എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഐലാൻഡിലെ ഓരോരോ ജയന്റ് കുട്ടികളായിട്ട് അങ്ങനെ ബോധം കെട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അവർക്ക് ആർക്കും മനസ്സിലാവില്ല. പക്ഷെ ഒരു കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം, അതൊരു ചെറിയ പ്രശ്നമല്ല, ആ ഐലാൻഡിനെ തന്നെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം മാത്രമല്ല. അപ്പോഴായിരിക്കും അവർ ഞെട്ടിച്ചുകൊണ്ട് ഒരുപാട് മോൺസ്റ്റേഴ്സ് രൂപങ്ങൾ അവിടേക്ക് വരിക. അത് തിരിച്ചറിഞ്ഞ് അവരുടെ ടീച്ചറാണെങ്കിൽ തീർത്തു പറയും, സത്യത്തിൽ ഇത് കുട്ടികൾ വരച്ച അവർ ഭയപ്പെടുന്ന ആ മോൺസ്റ്റേഴ്സിന്റെ ചിത്രങ്ങളാണ്. അതാണ് ഇപ്പൊ റിയൽ മോൺസ്റ്റേഴ്സ് ആയിട്ട് ഇവിടേക്ക് വന്നിരിക്കുന്നതെന്ന് പറയും. പ്രിൻസിപ്പളും അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ആൾക്കാരും എല്ലാവരും വളരെയധികം ഭയത്തോടും ടെൻഷനോടും കൂടെ അവറ്റകളെ എല്ലാം നോക്കും. ഇതിങ്ങനെ മുൻപോട്ടേക്ക് പോയ വലിയ പ്രശ്നമാണ്, എത്രയും വേഗം ഇതെന്താണെന്ന് കണ്ടെത്തണമെന്ന് അവർ പരസ്പരം പറയും. പ്രിൻസിപ്പൾ ആണെങ്കിൽ ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഉറങ്ങി വീണ കുട്ടികളെ അവരെ സ്കൂളിലേക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറയും. അതേസമയം സോൾ ആണെങ്കിൽ താഴേക്ക് നോക്കും. താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഉറക്കത്തിൽ ആരുടെയോ കൺട്രോളിൽ അങ്ങനെ നടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സോൾ ആണെങ്കിൽ ശബ്ദം ഉണ്ടാക്കും, ആ കുട്ടികളെ വിളിക്കും. പക്ഷെ അവരിൽ നിന്ന് യാതൊരു റെസ്പോൺസും സോളിന് ലഭിക്കില്ല. സോൾ ഉടനെ അവരോട് പറയും, നിങ്ങൾ ഈ കുട്ടികളുടെ കാര്യം നോക്ക്, ഞാൻ ആ താഴെയുള്ള കുട്ടികളെ അവരെങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊണ്ടുവരാം, ആ 9 കുട്ടികളെയും എനിക്ക് സേവ് ചെയ്തേ പറ്റുമെന്ന് പറയും. അത് കേട്ട് റോബിനും ചോപ്പറും നിന്നോടൊപ്പം ഞങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് അവരും ഇപ്പൊ സോളിനോടൊപ്പം താഴെയുള്ള കുട്ടികളെ ലക്ഷ്യമാക്കി പോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത സോളും ചോപ്പറും റോബിനും ആണെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ അരികിലേക്ക് വരും. അവരാണെങ്കിൽ നിർത്താതെ ആ കുഞ്ഞുങ്ങളുടെ പേര് അതൊന്നൊന്നായി വിളിച്ചുകൊണ്ടേയിരിക്കും. അവർക്കാണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. ഇങ്ങനെയൊന്ന് ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ഇങ്ങനെ ഇൻഡിഫറൻ്റ് ആയിട്ട് ഈ കുട്ടികൾ എന്തുകൊണ്ടായിരിക്കും പെരുമാറുന്നതെന്ന് സോൾ ചിന്തിക്കും. ചോപ്പർ ആണെങ്കിൽ സോളിനോട് പറയും, ഇങ്ങനെയൊരു അസുഖമുണ്ട്, 1-2 പേർക്കൊക്കെയാണ് ഇത് കോമൺലി കണ്ടിട്ടുള്ളത്. ഇനി 4 പേർക്കുണ്ടെങ്കിൽ പോലും അവർ 4 ദിശയിലായിരിക്കും പോവുക. പക്ഷെ ഇവിടെ ഈ കുട്ടികളെല്ലാവരും ഒരേ ദിശയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഉടനെ റോബിനാണെങ്കിൽ ആ വൈറ്റ് ആരോ അത് ശ്രദ്ധിക്കും. ആ ആരോ അതെന്താണ്, തുണി വല്ലതും ചുരുട്ടി വെച്ചിരിക്കുന്നതാണോ ചോദിക്കും. റോബിനാണെങ്കിൽ അപ്പോഴും അവളുടെ പവർ ഉപയോഗിച്ച് ഒന്നും തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കില്ല. സോൾ ആണെങ്കിൽ ഓടി വന്ന് ഇപ്പൊ ആ കുട്ടികളുടെ മുൻപിൽ നിൽക്കും. ഇവരിനി എങ്ങനെയാണ് എന്നെ മറികടന്ന് അപ്പുറത്തേക്ക് പോകുന്നതെന്ന് എനിക്ക് കാണണമെന്ന് പറയും. റോബിനാണെങ്കിൽ വിളിച്ചു പറയും, യു ആർ അൺബിലീവബിൾ. ആ ടീച്ചർ പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? ആ കുട്ടികളെ തൊട്ട വലിയ അപകടമാണ്, നിങ്ങളും അതേ ലൂപ്പിൽ പെട്ടുപോകും. അവന്റെ അവസ്ഥ നീ കണ്ടതല്ലേ, രക്തം ഒലിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് അവിടേക്ക് വന്ന് വീണത്. സോ അപകടം അത് വരുത്തി വെക്കാൻ പാടില്ല. അത് കേട്ട് സോൾ ആണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് തന്നെ മുൻപിൽ നിന്ന് മാറി നിൽക്കും. സോൾ ആണെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കും. വളരെ നിഷ്കളങ്കമായിട്ടുള്ള ആ കുഞ്ഞുങ്ങൾ ഒന്നും അറിയാതെ എവിടേക്കോ ആരുടെയൊക്കെയോ കൺട്രോളിൽ പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ കുഞ്ഞുങ്ങൾ എനിക്ക് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് സോൾ ആണെങ്കിൽ അവന്റെ കൈ മാത്രം മുൻപോട്ടേക്ക് നീട്ടും. അപ്പോഴായിരിക്കും ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള മുള്ള് അവന്റെ കയ്യിൽ തുളച്ചു കയറുക. ആ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും അവരെ ആരും ഡിസ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോകാതിരിക്കാനായിട്ട് ആ പവർ ക്രിയേറ്റ് ചെയ്തവർ ഒരു ഇൻവിസിബിൾ മുള്ളുകമ്പി അവർക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു വലിയ മുള്ളാണ് ഇപ്പൊ സോളിന്റെ കയ്യിൽ തറച്ചു കയറിയത്. ചോര തുളുമ്പി അവനാണെങ്കിൽ വേദനയിൽ നിലവിളിക്കും. ചോപ്പറും റോബിനും ആണെങ്കിൽ അത് കണ്ട് ഭയപ്പെടുകയാണ്. സോൾ ആണെങ്കിൽ വേദന സഹിക്കാൻ കഴിയാതെ കൺട്രോൾ പോയി അങ്ങനെ താഴേക്ക് വീഴുകയാണ്. റോബിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാടി നിലത്ത് ലാൻഡ് ചെയ്യും. ചോപ്പറിനെയും അവളാണെങ്കിൽ സേഫ് ആയിട്ട് ക്യാച്ച് ചെയ്യുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ഇപ്പൊ സോളിന്റെ കൈ ചെക്ക് ചെയ്യും. വളരെ ആഴത്തിലാണ് അവന്റെ കയ്യിൽ പരുക്ക് പറ്റിയിരിക്കുന്നത്. കട്ട് ചെയ്ത ഇവിടെ ബോധം കെട്ട് കിടന്ന കുട്ടികളെല്ലാം തന്നെ പ്രിൻസിപ്പളും അസിസ്റ്റന്റും ചേർന്ന് സ്കൂളിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എത്രയും വേഗം ഈ നടക്കുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവരെ അറിയിക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ അസിസ്റ്റന്റിനോട് പ്രിൻസിപ്പൾ ആണെങ്കിൽ ബാക്കിയുള്ളവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറയും. ആ അസിസ്റ്റന്റ് ആണെങ്കിൽ പാർട്ടി നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്കായിരിക്കും സ്നേൽ ഉപയോഗിച്ച് കോണ്ടാക്ട് ചെയ്യുക. ഇത് ഞാനാണ്, സ്കൂളിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്, ഇവിടെ വിയേർഡായിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുകയാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അവരെ ഇൻഫോം ചെയ്യുകയാണ്. അവിടെയുള്ള സ്നേല് അത് വളരെ വലുതാണ്, കാരണം എൽബോഫ് അത് ജയൻസുകളുടെ ഐലാൻഡാണ്. അവിടെയുള്ള എല്ലാ സാധനങ്ങൾക്കും വലുപ്പം വളരെ കൂടുതലാണ്. ചെറിയ സ്നേൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് കേൾക്കില്ല, മാത്രമല്ല അവരിത് എടുക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകും. ഇപ്പൊ അസിസ്റ്റന്റ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്നുവിടാതെ അവരോട് പറയുമ്പോൾ അവർക്കും അങ്ങനെ ടെൻഷൻ കൂടി വരും. കുട്ടികളെല്ലാവരും ബോധം കെട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികളെ ഞങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുവന്നു, അവരാരും തന്നെ ഇതുവരെ കോൺഷ്യസ് ആയിട്ടില്ല. കുറച്ച് കുട്ടികൾ അവരാണെങ്കിൽ ഇപ്പോഴും അൺകോൺഷ്യസ് ആയിട്ട് കടലിലൂടെ നടന്നു പോവുകയാണ്. ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഓപ്പോസിറ്റുള്ള ചില കുട്ടികളുടെ പാരൻസ് അവരാണെങ്കിൽ ഷോക്കാവും. അവരുടെ ഉള്ളിലെ ടെൻഷൻ കൂടും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ പാനിക് ആവാനായിട്ട് തുടങ്ങും. ഇവിടെ അസിസ്റ്റന്റ് ആണെങ്കിൽ നിർത്താതെ പറയും, ഒരുപാട് മോൺസ്റ്റേഴ്സും ഇപ്പൊ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സിറ്റുവേഷൻ വളരെ വിയേർഡാണ്, മോശമാണ്, ഞങ്ങൾക്ക് സഹായം അത് ആവശ്യമുണ്ട്. നമ്മുടെ ഈ ഐലാൻഡ് തന്നെ അപകടത്തിലാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കുട്ടികൾക്ക് എന്താ സംഭവിച്ചത്? അവരെല്ലാവരും സേഫ് ആണോ?
ടീച്ചേഴ്സ് അവിടെ എന്ത് ചെയ്യുക, അവരൊന്നും ചെയ്തില്ലേന്ന് ചോദിക്കും. അതിന് ഓപ്പോസിറ്റുള്ള ആൾ പറയും അവരെ കൊണ്ട് പറ്റും പോലെ ആ മോൺസ്റ്റേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്ത് കുട്ടികളെ സേവ് ചെയ്തു. പക്ഷേ 9 കുട്ടികൾ മാത്രം ബ്രാഞ്ച് 8 അത് നോക്കി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ എന്തൊക്കെ ചെയ്തിട്ടും തടയാനായിട്ട് കഴിയുന്നില്ല. ഇതിനു പിന്നിൽ വലിയ ശക്തമായ കൈകളുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ജിം ടീച്ചറും സോളും ഒരുപാട് അവരെ തടയാനായിട്ട് ശ്രമിച്ചിട്ടും അതെല്ലാം തന്നെ പരാജയപ്പെട്ടു പോവാണ്. ഇവിടെ ജിംബയാണെങ്കിൽ ഷോക്കാവും. നമ്മൾ മുൻപ് പോയ ആ സ്കൂളിലല്ല ഇതൊക്കെ നടക്കുന്നതെന്ന് ചോദിക്കും. നാമയാണെങ്കിൽ വണ്ടർ അടിക്കും. അറ്റ് എ ടൈം ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മോൺസ്റ്റേഴ്സ് വന്നു എന്ന് പറയുന്നു, കാടാണെങ്കിൽ തീ പിടിച്ച് കത്തി എരിയുന്നു. സത്യത്തിൽ ഇവിടെ എന്താ നടക്കണേ? കുട്ടികളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റൂട്ട് 8ലൂടെയാണ്. അവിടെയാണ് ഇപ്പോൾ തീ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ ആ തീ ഈ ഒരു ഐലാൻഡ് മുഴുവൻ നശിപ്പിക്കും. കുട്ടികളുടെ ജീവനും അപകടത്തിലാവും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ ഒരു അപ്പാപ്പൻ ജെറൂളിനെ കാണിക്കും. ആളാണെങ്കിൽ ഉസോപ്പിന്റെ കൂടെ വെള്ളമൊക്കെ അടിച്ച് അങ്ങനെ ഹായ് ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അറിയാതെ. നാമിയാണെങ്കിൽ ഇപ്പൊ അപ്പാപ്പനെ എങ്ങനെയൊക്കെ എഴുന്നേൽപ്പിച്ച് കാര്യം പറയും. അപ്പാപ്പനാണെങ്കിൽ കുഴഞ്ഞുകൊണ്ട് എന്റെ ഗ്രാൻഡ് ഡോട്ടറും പഠിക്കുന്നത് അവിടെ തന്നെയാണെന്ന് പറയും. നാമിക്കാണെങ്കിൽ കൺട്രോൾ പോവും. നിങ്ങൾക്ക് കുറച്ചെങ്കിലും മര്യാദ കൊടുത്തൂടെ, നിങ്ങളുടെ ഗ്രാൻഡ് ഡോട്ടർ അടക്കം ഒരുപാട് കുട്ടികൾ അപകടത്തിലാണെന്ന് പറയും. ഉസോപ്പാണെങ്കിൽ അത് കടിച്ചിരിക്കും. അപ്പോഴായിരിക്കും ഒരു എമർജൻസി കപ്പൽ വലിയ സൈറനൊക്കെ ഇട്ട് അവിടേക്ക് വരിക. ഈ ഒരു വലിയ ഐലാൻഡിന്റെ ഫയർ ഫൈറ്റേഴ്സ് ആണ് ആ കപ്പലിലുള്ളത്. ഫയർ ഫൈറ്റേഴ്സിനെ കാണേണ്ട താമസം ബാക്കിയുള്ള ജയൻസിനൊക്കെ ഭയങ്കര സന്തോഷം. പേടിയില്ലാത്ത ഒരു കൂട്ടം വാരിയേഴ്സ് ആണ് അവർ. അവരെ കാണുമ്പോൾ തന്നെ ശത്രുക്കൾ വരണ്ടോടൂ എന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ ഫയർ ഫൈറ്റേഴ്സിന് ഇപ്പോൾ ഒരു കട്ട അടിപൊളി ഇൻട്രോ ഒക്കെ കൊടുക്കുകയാണ്. അത് കേട്ട് അവരാണെങ്കിൽ ടെററായിട്ട് അവിടേക്ക് വരും. ഫയർ ഫൈറ്റേഴ്സ് ആണെങ്കിൽ അവർക്ക് കിട്ടുന്ന ബിൽഡപ്പ് അതിലൊക്കെ ഒരുപാട് എൻജോയ് ചെയ്ത് ഇപ്പൊ തീ കത്തി എരിയുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു ഫയറാണോ? നമ്മൾ സിമ്പിളായിട്ട് ഇത് അണയ്ക്കുമെന്ന് പറയുമ്പോഴായിരിക്കും ഒരു വലിയ കൈ അതങ്ങനെ ഉയർന്നു വരുന്നതായിട്ട് അവർ കാണുക. അതിന്റെ തൊട്ടു പിന്നാലെ അതിന്റെ രൂപം അങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും. കുട്ടികൾ വരച്ചതിൽ ഏറ്റവും വലിയൊരു മോൺസ്റ്ററിന്റെ രൂപമാണത്. അതും ഇപ്പോൾ റിയൽ മോൺസ്റ്ററായിട്ട് കൺവേർട്ടായി അവരുടെ നേർക്ക് നടന്നു വരികയാണ്. അവരാണെങ്കിൽ അത് കണ്ട് ഒരല്പം ടെൻസ്ഡ് ആവും. ഇത്രയും നേരം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മോൺസ്റ്ററാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. അതാണെങ്കിൽ അതിൻ്റെ കൈവിരൽ വെച്ച് ഇപ്പോൾ ഫയർ ഫൈറ്റേഴ്സ് വന്നിരുന്ന ആ ഒരു കപ്പലിനെ അങ്ങനെ തട്ടി വിടുകയാണ്. അവരാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് താഴേക്ക് വന്ന് അടിച്ചു വീഴും. എല്ലാവരും ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. അത്രയും നേരവും വെള്ളമൊക്കെ അടിച്ച് കിറങ്ങിയിരുന്ന നമ്മുടെ ഉസോപ്പ് പോലും അത് കണ്ട് ഭയപ്പെടും. ഓ നോ, മോൺസ്റ്റേഴ്സ് അവർ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞ് അവന് ഒച്ച വെക്കുകയാണ്. കട്ട് ചെയ്ത ഷെഫേർഡിനെയും ടീമിനെയും കാണിക്കുകയാണ്. അവരാണെങ്കിൽ കാടിന്റെ ഒരു ഭാഗത്ത് അങ്ങനെ ഹായ് ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. സത്യത്തിൽ നമ്മുടെ ഈ ട്രിക്ക് അത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ഈ ഐലാൻഡിലുള്ള ആളുകൾ നമ്മുടെ പ്ലാനിൽ ഈ ഐലാൻഡിലുള്ളവരെല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ്. കുട്ടികൾ കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നമ്മളുടെ അരികിലേക്ക് എത്തുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ പൊട്ടിച്ചിരിച്ച് ഫുഡ് അങ്ങനെ ഹായ് ആയിട്ട് കഴിക്കും. പക്ഷെ ഗുങ്കോ ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ കൂലങ്കക്ഷമായിട്ട് എന്തോ ഒന്ന് ആലോചിക്കുകയാണ്. ഷെഫേർഡിനാണെങ്കിൽ അവന്റെ സന്തോഷം അടക്കാൻ കഴിയില്ല. ആ കുട്ടികൾ എന്നെ ട്രാപ്പിൽ വീണിരിക്കുകയാണ്. അവരുടെ മുൻപിൽ വെച്ച് തന്നെ ആ കുട്ടികൾ മരിച്ചു വീഴുന്നത് കണ്ട് ഞാൻ ആഹ്ലാദിക്കുന്നു പറഞ്ഞ് അവനങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. ആ നിമിഷം അവന്റെ കയ്യിൽ മുള്ളുചെടികൾ അങ്ങനെ വളർന്നു വരികയാണ്. അവൻ ത്രോൺ ഡെവിൾ ഫ്രൂട്ട് അത് കഴിച്ചിട്ടുണ്ട്. അവനാണ് കുട്ടികൾക്ക് ചുറ്റും ആ ഒരു മുള്ള് ഇൻവിസിബിളായി ക്രിയേറ്റ് ചെയ്തത്. അവനെ കൊണ്ടാണെങ്കിൽ വളരെയധികം വേഴ്സ്റ്റ് ആയിട്ടുള്ള മുള്ളുകൾ ഞൊടിയിടയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. എൻ്റെ മുള്ളുകൾ ഉപയോഗിച്ച് ആ കുഞ്ഞുങ്ങളെ ഞാൻ കൊല്ലും. ജയൻസ് അവരുടെ മക്കളെ ഓർത്ത് കരയുന്നത് എനിക്ക് കാണണമെന്ന് പറഞ്ഞ് ആഹ്ലാദത്തോടു കൂടെ അവൻ ഗുങ്കോയെ നോക്കും. അവളാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ എന്തൊക്കെയോ ആലോചിച്ച് ഫുഡ് കഴിക്കുകയാണ്. അത് കാണുമ്പോൾ അവന് ഭയങ്കര നിരാശ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവൾക്കെന്താ ഒരു സന്തോഷവും ഇല്ലാത്ത, ഒരു കുലുക്കവും ഇല്ലാത്തതെന്ന് അവൻ ചിന്തിക്കും. കില്ലിംഗമാണെങ്കിൽ അവനോട് ഏത് വഴിയിലൂടെയാണ് ആ കുട്ടികളെ കൂട്ടിക്കൊണ്ട് വരുന്നതെന്ന് ചോദിക്കും. അതിനവൻ പറയും ഈ മരത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഒരു ബ്രാഞ്ച് ഉണ്ട്, അതുവഴിയാണ് അവരെ കൂട്ടിക്കൊണ്ട് വരിക. അങ്ങനെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ എല്ലാവർക്കും അവർ പോകുന്നത് കാണാൻ കഴിയും. മാത്രമല്ല ആർക്കും അവരെ തടയാനോ നമ്മുടെ ഈ ട്രാപ്പ് പൊളിക്കാനോ സാധിക്കില്ല. ആരെങ്കിലും അവരെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ എൻ്റെ മുള്ളുചെടികൾ അവരെ ഇല്ലാതാക്കുമെന്ന് പറയും. കിളിങ്കമാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് എനിക്കൊരല്പം ഉപ്പ് വേണമെന്ന് പറയും. ക്ലൗഡിലാണെങ്കിൽ ഇപ്പൊ നാച്ചുറലായിട്ട് ഉപ്പ് അങ്ങനെ ക്രിയേറ്റ് ആയി അവൻ്റെ അരികിലേക്ക് വരും. അവനാണെങ്കിൽ ക്ലൗഡുകൾക്കിടയിൽ നിന്ന് ആ ഒരു ഉപ്പ് അത് ക്യാഷ്വലായിട്ട് എടുക്കുകയാണ്. സോ അവൻ്റെ ആ ഒരു പവർ ഉപയോഗിച്ചാണ് കുട്ടികൾ വരച്ച മോൺസ്റ്റേഴ്സുകളെ എല്ലാം റിയൽ മോൺസ്റ്റേഴ്സ് ആക്കി മാറ്റിയത്. അവരുടെ 3 പേരുടെയും പവർ അങ്ങനെ കമ്പൈൻ ചെയ്ത് അവർ ആ ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇവിടം വരെ പ്ലാൻ കൊണ്ടെത്തിച്ചു, ഇനി കടൽ കടന്ന് എങ്ങനെ പോകാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ഷെഫേർഡ് ആണെങ്കിൽ കിളിങ്കത്തോട് ചോദിക്കും. നമ്മളിപ്പോൾ ഉള്ളത് മരത്തിന്റെ മുകളിലാണ്, നമ്മൾ എങ്ങനെ താഴേക്ക് എത്തും? അതിന് കിളിങ്കമാണെങ്കിൽ ഹായ് ആയിട്ട് പറയും
ആ വില്ലേജിൽ ജയൻസിന്റെ ഒരു വലിയ കപ്പലുണ്ട്. അതുപയോഗിച്ച് താഴേക്ക് പോയി ആ ഒരു റെയിൻബോയിലൂടെ നമുക്ക് ഐലാൻഡിലേക്ക് എത്താം. ഹോളി ലാൻഡ് എത്തിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ പ്ലാൻ അത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഇവിടെ കുങ്കോ ആണെങ്കിൽ അവനുണ്ടാക്കിയ ആ ഒരു സോൾട്ട് ഉപയോഗിച്ച് കഴിക്കും. അതിനാണെങ്കിൽ ടേസ്റ്റ് കൂടുകയാണ്. ആ സമയത്ത് ഇപ്പോൾ ഷെഫേർഡ് ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, ഞാൻ കരുതിയതുപോലെ വലിയ ത്രില്ലൊന്നും ഈ ഒരു ടാസ്കിലില്ല, ഇത് വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ആയെന്ന് പറയുമ്പോൾ കുങ്കോ ആണെങ്കിൽ അവനോട് പറയും, നീ ആഗ്രഹിച്ച കോംപ്ലിക്കേഷൻ അത് തീർച്ചയായിട്ടും നടക്കും, അല്പനേരം കൂടെ നീ വെയിറ്റ് ചെയ്താൽ മതി. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു പൈററ്റ് കപ്പല് അത് കണ്ടിരുന്നു. അത് മറ്റാരുടെയോ അല്ല, ആ ഒരു സ്ട്രോഹായ ലൂഫിയുടെ കപ്പലാണത്. ഉറപ്പായാലും നീ ആഗ്രഹിക്കുന്ന ആ ഒരു എന്റർടൈൻമെന്റ് ഫൈറ്റ് അതുണ്ടാവുമെന്ന് പറയും. അപ്പൊ അവരാണെങ്കിൽ ദൂരത്തേക്ക് നോക്കും. ആ കുട്ടികളാണെങ്കിൽ നടന്നു വരികയാണ്. ഓപ്പോസിറ്റ് സൈഡിലാണ് തീ കത്തി എരിയുന്നത്. ഷെഫോർഡ് ആണെങ്കിൽ ഷോക്കാവും. അവരിങ്ങനെ വരികയാണെങ്കിൽ ആ തീയിൽപ്പെട്ട് കത്തി എരിഞ്ഞു പോവില്ലേ? കൊങ്കോ ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, അവർ ആ തീയിൽപ്പെട്ട് കത്തി എരിഞ്ഞു പോയാലും യാതൊരു കുഴപ്പമില്ല, അവിടെ ഇനിയും കുട്ടികളുണ്ട്, നമ്മൾ അവരെ പൊക്കുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഷെഫേർഡിനാണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷം. കട്ട് ചെയ്താ ഇവിടെ സോളിനെ കാണിക്കും. അവനാണെങ്കിൽ ഒട്ടും തന്നെ കഴിയുന്നില്ല. പക്ഷെ അവൻ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ ചോപ്പർ അവനെ തടയും. നിനക്കിപ്പോൾ നല്ല ട്രീറ്റ്മെന്റ് വേണം, അല്ലെങ്കിൽ നിന്റെ ഹെൽത്ത് അത് കൂടുതൽ വേഴ്സ്റ്റായി മാറും. അതിനവൻ പറയും, അയ്യോ ഇല്ല ഇല്ല, എനിക്ക് എത്രയും വേഗം ആ കുഞ്ഞുങ്ങളെ അവർ സേവ് ചെയ്യണം. ആ കുട്ടികൾ ഫയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ആപത്ത് അത് അവരുടെ തൊട്ടു മുൻപിൽ തന്നെയുണ്ട്. എത്രയും വേഗം അവർ രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോഴായിരിക്കും ചോപ്പറും റോബിനും ആ അപകടകരമായിട്ടുള്ള കാര്യം കാണുക. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.